പ്ലസ് ടു എക്കണോമിക്സ് ദ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന സെക്കൻഡ് ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന ടോപ്പിക്കാണ് ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉള്ള കാരണം കംപ്ലീറ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാം. എന്താണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്? ഇതിന്റെ വക്താവ് ആൽഫ്രഡ് മാർഷലാണ്. അപ്പോൾ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്താണെന്ന് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് പഠിക്കാനുള്ളത് യൂട്ടിലിറ്റി എന്താണെന്നുള്ളതാണ്. യൂട്ടിലിറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഒന്നുകൂടെ വ്യക്തമാവാൻ വേണ്ടി ഒന്നുകൂടെ പറയാം. യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ അതിൽ നമുക്ക് കിട്ടുന്ന സംതൃപ്തിയാണ്. ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സന്തോഷം, സംതൃപ്തി, അതിനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിലൂടെ പറയുമ്പോൾ ഒന്നുകൂടെ വ്യക്തമാവും. ഇപ്പോൾ ഒരു ഓറഞ്ച് ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പൊ ഞാൻ ഓറഞ്ച് കഴിക്കാൻ വേണ്ടി ഓറഞ്ച് വാങ്ങുന്നു. ആ ഓറഞ്ച് കഴിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന സംതൃപ്തി, അതാണ് യൂട്ടിലിറ്റി. സപ്പോസ് നിങ്ങൾ ഒരു വേറെ കാര്യം ഇഷ്ടപ്പെടുകയാണ്, നിങ്ങളൊരു ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നു. ആ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നു, അത് വാങ്ങിക്കുന്നു, അത് ഉപയോഗിക്കുന്നു. ആ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സംതൃപ്തി, ആ വസ്തുവിന് നിങ്ങൾക്ക് തരാൻ കഴിയുന്ന സംതൃപ്തിയെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. നമ്മളൊരു സിനിമ കാണുമ്പോൾ ആ സിനിമക്ക് നിങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള എന്തോ ഒന്ന് ആ സിനിമക്കുള്ളിലുണ്ട്. ആ സിനിമയുടെ കഴിവിനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. നിങ്ങളൊരു പേന കൊണ്ട് എഴുതുന്ന സമയത്ത് ആ പേന എഴുതിയാൽ മാത്രമേ അതിൽ നിന്നോട് സംതൃപ്തി കിട്ടുന്നുള്ളൂ. ആ പേന ശരിക്കും എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് സംതൃപ്തി കിട്ടുന്നില്ല. ആ പേന എഴുതുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും കിട്ടുന്ന സംതൃപ്തി, ആ പേനയ്ക്ക് നിങ്ങൾക്ക് ഒരു സംതൃപ്തി തരാനുള്ള കഴിവിനെ, ആ കഴിവിനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. യൂട്ടിലിറ്റി എന്നുള്ള ടേം സിമ്പിളായി മനസ്സിലായല്ലോ എല്ലാവർക്കും? ഇതിനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനെ യൂസ് വാല്യൂ എന്ന് പറയാം. ഇതിന്റെ മലയാളം വേർഡ് എന്നുള്ളത് ഉപയുക്തത, യൂസ് വാല്യൂ അല്ലെങ്കിൽ ഉപയോഗ മൂല്യം എന്നാണ് അർത്ഥമാക്കുന്നത്. യൂട്ടിലിറ്റി ഈസ് സബ്ജക്റ്റീവ്. യൂട്ടിലിറ്റി ഈസ് സബ്ജക്റ്റീവ്. എന്താണെന്ന് പറഞ്ഞാല് യൂട്ടിലിറ്റി ഈസ് സബ്ജക്റ്റീവ് എന്താണെന്ന് പറഞ്ഞാല് യൂട്ടിലിറ്റി ആത്മനിഷ്ഠമാണ്, വ്യക്തികൾക്കനുസരിച്ച് മാറുന്നതാണ്. എന്ന സബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റീവ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ഉണ്ട്. ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ വസ്തുനിഷ്ഠമാണ്, ഉറപ്പുള്ളതാണ്. ഉദാഹരണത്തിന് കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ്, അത് അവിടെ ഒബ്ജക്റ്റീവാണ്. സബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ വ്യക്തികൾക്കനുസരിച്ചിട്ട് മാറും. നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാം. ഒരു സിനിമ, ഇപ്പൊ ഒരു മമ്മൂട്ടി സിനിമ, ഒരു മോഹൻലാൽ സിനിമ, ഇത് രണ്ടും ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ചിലർക്ക് മമ്മൂട്ടിയുടെ സിനിമയായിരിക്കും കൂടുതൽ ഇഷ്ടമുണ്ടാവുക, ചിലർക്ക് മോഹൻലാലിന്റെ ആയിരിക്കും. അതാണ് ഇവിടെ സബ്ജക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ ഒരു ഓറഞ്ചിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഓറഞ്ച് ചിലർക്ക് ഇഷ്ടമുണ്ടാവും, ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോ ഈ ഒരു എ എന്ന വ്യക്തിക്ക് ഓറഞ്ച് ഇഷ്ടമുണ്ടെങ്കിൽ ബി എന്ന വ്യക്തിക്ക് ആപ്പിൾ ആയിരിക്കും ഇഷ്ടമുണ്ടാവുക. അപ്പൊ ഇത് രണ്ടിന്റെ മനസ്സിലായല്ലോ. അത് സബ്ജക്റ്റീവ് ആണ്. വ്യക്തികൾക്ക് അത് ഇഷ്ടമാണ്. ഓരോ വ്യക്തികൾക്കും വ്യത്യാസം ഉണ്ടായിരിക്കും ഒരു യൂട്ടിലിറ്റി എന്നുള്ളത്. കാർഡിനൽ അനാലിസിസ് പറയുന്നത് ഈ പറയുന്ന യൂട്ടിലിറ്റിയെ നമുക്ക് അളക്കാൻ പറ്റും. യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേഴ്സ് ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ്. അതായത് ഒരു സംഖ്യാപരമായിട്ട് നമ്മൾക്ക് അളക്കാൻ പറ്റും. യൂട്ടിലിറ്റിയെ, നമ്മൾക്ക് കിട്ടുന്ന സംതൃപ്തിയെ സംഖ്യാപരമായിട്ട് അളക്കാൻ പറ്റും. അതാണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ ചർച്ച ചെയ്യുന്നത്. കാർഡിനൽ എന്നുള്ള പേരിന്റെ അർത്ഥം തന്നെ അളക്കാൻ പറ്റുന്ന, മെഷറബിൾ, കൗണ്ട് ചെയ്യാൻ പറ്റുന്ന, സംഖ്യാപരമായിട്ട് എണ്ണാൻ പറ്റുന്ന, അതാണ് കാർഡിനൽ എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ പറയുന്നത് നമ്മുടെ സംതൃപ്തിയെ, യൂട്ടിലിറ്റിയെ എങ്ങനെ അളക്കാൻ പറ്റും എന്ന കാര്യമാണ് കാർഡിനൽ യൂട്ടിലിറ്റിയിൽ പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് ടേംസ് ആണ് യൂട്ടിലിറ്റിയിൽ. ഈ ചാപ്റ്റർ ത്രൂ ഔട്ട് നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് ടേംസ് ആണ്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടോട്ടൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റി അതിനെ നമ്മൾ ഫോർമുലയിൽ ഉപയോഗിക്കുന്നത് TU എന്നാണ്. സെക്കൻഡ് വൺ മാർജിനൽ യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി അതപ്പോ ഫോർമുലയിൽ എഴുതുമ്പോൾ MU. അപ്പൊ യൂട്ടിലിറ്റി മനസ്സിലായി.
ഇനി എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി? അതിന് നമ്മൾ ടി യു എന്ന് എഴുതാം. പിന്നെ സെക്കൻഡ് മാർജിനൽ യൂട്ടിലിറ്റി എം യു. യൂട്ടിലിറ്റി നമ്മൾ പഠിച്ചു. ഇനി ടോട്ടൽ യൂട്ടിലിറ്റി എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കണം. ഒരു വസ്തു നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തിയാണ് യൂട്ടിലിറ്റി എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പൊ കുറച്ച് വസ്തുക്കൾ ഉദാഹരണത്തിന് 10 ഓറഞ്ച് നമ്മൾ ഉപയോഗിക്കുകയാണ്. ഈ 10 ഓറഞ്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ മൊത്തം സംതൃപ്തിയാണ് ഇവിടെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഒരു വസ്തു ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ സംതൃപ്തി, അതിനെയാണ് നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഓറഞ്ച് തന്നെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. 10 ഓറഞ്ച് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനെ നമ്മൾക്ക് 100 സംതൃപ്തി അല്ലെങ്കിൽ 100 യൂട്ടിലിറ്റി ആണ് കിട്ടുന്നതെന്ന് വിചാരിക്കും. അത് 11 ഓറഞ്ച് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ, നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി 108 ആണ്. അത് 12 ഓറഞ്ചിലേക്ക് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി അല്ലെങ്കിൽ സംതൃപ്തി എന്ന് പറയുന്നത് 124 ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്, മൊത്തം സംതൃപ്തി എന്ന് പറയുന്നത് 124 ആണ്. 12 ഓറഞ്ച് ആണ് നമ്മൾ മാക്സിമം നമ്മൾ ടോട്ടൽ കഴിച്ചത്. അതിൽ നിന്നും നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി കിട്ടിയത് 124 ആണ്. ഇതാണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൽ നിന്നും, ഒരു പെർട്ടിക്കുലർ വസ്തുവിൽ നിന്നും നമ്മൾക്ക് കിട്ടുന്ന മൊത്തം സംതൃപ്തിയാണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്? മാർജിനൽ എന്ന വാക്കിന്റെ അർത്ഥം ഇൻ അഡീഷൻ ടു ടോട്ടൽ, അതായത് ടോട്ടലിൽ നിന്നുള്ള ചേഞ്ച്, മാറ്റം, അതാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്നുകൊണ്ട് MU എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് ഇവിടെ മാർജിനൽ യൂട്ടിലിറ്റി? 10 ഓറഞ്ച് ഉൽപ്പാദിച്ച നേരം നമുക്ക് 100 യൂട്ടിലിറ്റി, 100 സംതൃപ്തിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് 11 ഓറഞ്ചിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കിട്ടിയ യൂട്ടിലിറ്റി എത്രയാണ്? 108 ആണ്. 100ൽ നിന്നും 108 സംതൃപ്തി. ഈ മാറ്റത്തെയാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ യൂട്ടിലിറ്റിയിൽ വരുന്ന മാറ്റം, അതിനെയാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അത് ഇവിടെ എത്രയായിരിക്കും? 100ൽ നിന്നും 108. 10 ഓറഞ്ചിൽ നിന്നും 11 ഒരു അധിക ഓറഞ്ച് നമ്മൾ കഴിച്ചപ്പോൾ നമുക്ക് കിട്ടിയ സംതൃപ്തി 100ൽ നിന്നും 108ലേക്ക് മാറി. ആ വ്യത്യാസം എത്ര? 108 മൈനസ് 100, 8. സിമ്പിൾ ആണ്. മനസ്സിലായല്ലോ? ഇതാണ് മാർജിനൽ യൂട്ടിലിറ്റി. ടോട്ടലിൽ വരുന്ന മാറ്റത്തെയാണ് മാർജിനൽ എന്ന് പറയുന്നത്. ഇനി 11 ഓറഞ്ചിൽ നിന്നും 12 ഓറഞ്ച് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടിയ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 124 ആണ്. അപ്പൊ മാർജിനൽ യൂട്ടിലിറ്റി എത്രയായിരിക്കും വരിക? 11 ഓറഞ്ചിൽ നിന്നും 12 ഓറഞ്ച് കഴിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി 124 ആണ്. അപ്പൊ 124, അതിന്റെ മുന്നത്തെ ഫിഗർ എത്ര? 108. ഈ മാറ്റം 124 മൈനസ് 108 എന്ന് പറയുമ്പോൾ 6. മനസ്സിലായില്ലേ? ഈ മാറ്റത്തെയാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഈ സെയിം കാര്യം തന്നെ നമുക്കൊരു ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ പറഞ്ഞു ടോട്ടൽ യൂട്ടിലിറ്റി TU, മാർജിനൽ യൂട്ടിലിറ്റി MU. നമുക്ക് ഇവിടെ കാണാനുള്ളത് മാർജിനൽ യൂട്ടിലിറ്റി ആണ്, അല്ലെ? മാർജിനൽ യൂട്ടിലിറ്റി ആണ്. അപ്പൊ MU ഈക്വൽ ടു മാർജിനൽ യൂട്ടിലിറ്റി ഈക്വൽ ടു ടോട്ടൽ യൂണിറ്റ് N മൈനസ് TU N മൈനസ് 1. എന്താണ് N മൈനസ് 1? പറയാം. മാർജിനൽ യൂട്ടിലിറ്റി ഈക്വൽ ടു ടോട്ടൽ യൂണിറ്റ് ഓഫ് nth. N എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ യൂണിറ്റ്, ലാസ്റ്റ് ഉപയോഗിച്ച 12 ഓറഞ്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവസാനം ഉപയോഗിച്ച യൂണിറ്റിനെയാണ് ഇവിടെ nth യൂണിറ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ യൂണിറ്റ് ഓഫ് nth യൂണിറ്റ്. അപ്പൊ ഇവിടെ ഏതാണ്? 12 ആണ്.
ഒരു 12 ഓറഞ്ച് ഉപയോഗിച്ച സമയത്തിൽ അതിലെ ടോട്ടലിൽ അവസാനം വരുന്ന യൂണിറ്റിനെയാണ് nth യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ TU എന്ന് പറയുന്നത് ഇവിടെ 12. ഇനി 13 ഓറഞ്ച് ഉപയോഗിക്കാൻ പോകുന്ന സമയത്ത് അവിടെ TN എന്ന് പറയുന്നത് TUN എന്ന് പറയുന്നത് 13 ആയിരിക്കും. ഏറ്റവും അവസാനം ഉപയോഗിച്ച യൂണിറ്റ് ആണ് nth യൂണിറ്റ് എന്ന് പറയുന്നത്. മൈനസ് TUN-1. എന്താണ് n-1? അവസാനം ഉപയോഗിച്ച യൂണിറ്റ് മൈനസ് അതിന്റെ തൊട്ടു മുന്നേ വരുന്ന യൂണിറ്റ്, അതിനെയാണ് TUN-1 പറയുന്നത്. നോക്കാം, 12 യൂണിറ്റ് ഓറഞ്ച് നമ്മൾ കഴിച്ചപ്പോൾ 124 യൂണിറ്റ് സംതൃപ്തി ലഭിച്ചു, യൂട്ടിലിറ്റി ലഭിച്ചു. അതിന്റെ തൊട്ടു മുന്നേ എന്താ, 11 ഓറഞ്ച് കഴിച്ചപ്പോൾ 108 അല്ലെ. അപ്പോ ഈ അവസാനത്തിൽ നിന്നും തൊട്ടു മുന്നത്തേക്കുള്ള മാറ്റമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് TUN-1. അത് നമ്മൾ ഇവിടെ ഈ ഒരു ഫോർമുലയിലേക്ക് മാറ്റിയെന്നേ ഉള്ളൂ. സിമ്പിൾ ആണ്. 124 മൈനസ് 108 എത്രയാണ്? 6 ആണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതൊരു ഫോർമുലയിലേക്ക് മാറ്റിയെന്നേ ഉള്ളൂ. ഒന്ന് നോക്കുക, 124 അല്ലെ. TUN എത്രയാണ്? 12ന്റെ യൂട്ടിലിറ്റി 124 ആണ്. മൈനസ് അതിന്റെ തൊട്ട് മുന്നേ ഉള്ള 11 ഉപയോഗിച്ചപ്പോൾ 108 ആണ് കിട്ടിയത്. അതാണ് n-1 എന്ന് പറയുന്നത്. അതിന്റെ ആൻസർ എന്താണ്? 6 ആണ്. കിട്ടിയല്ലോ. ഈ ഒരു സംഭവം നമ്മൾ ഫോർമുലയിൽ അപ്ലൈ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഈസിയാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കുക, ഇപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്നാണ്. അതിന്റെ ഒരു വിശദീകരണം പറയാം. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിന്റെ വക്താവ് ആൽഫ്രഡ് മാർഷൽ ആണ്. കാർഡിനൽ എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എണ്ണാൻ പറ്റുന്ന, ഇറ്റ് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ്. അതൊരു സംഖ്യാപരമായിട്ട് എണ്ണാൻ പറ്റും. അതാണ് കാർഡിനൽ എന്ന വേർഡ് കൊണ്ട് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. യൂട്ടിലിറ്റി എന്താണെന്ന് പഠിച്ചു. ഒരു സാധനം നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ ആ പെർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള, നമ്മളെ സംതൃപ്തിപ്പെടുത്താനുള്ള കഴിവ് ആ പെർട്ടിക്കുലർ പ്രൊഡക്റ്റിനുണ്ടെങ്കിൽ ആ കഴിവിനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞിരുന്നു, ഒരു സിനിമ കാണുമ്പോൾ ആ സിനിമയ്ക്ക് നമ്മളെ തൃപ്തിപ്പെടുത്താനുള്ള കഴിവുണ്ടോ? ചില സിനിമകൾ നമുക്ക് ഇഷ്ടപ്പെടില്ല കാണുമ്പോൾ അല്ലെ, നമ്മളത് പിന്നെ ഫുള്ള് കാണില്ല. ചില സിനിമകൾക്ക് വളരെയധികം നമുക്ക് ഇഷ്ടപ്പെടും. ആ ഇഷ്ടപ്പെടാൻ ആ സിനിമയ്ക്കുള്ളിൽ എന്തോ ഒരു കഴിവുണ്ട്. ആ കഴിവിനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചു ടോട്ടൽ യൂട്ടിലിറ്റി. ഒരു വസ്തു ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന മൊത്തം സംതൃപ്തി, ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ, അതിനെയാണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് മാർജിനൽ യൂട്ടിലിറ്റി. അതായത് ടോട്ടൽ യൂണിറ്റിൽ നിന്നും ഒരു അധിക യൂണിറ്റ് കൂടെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ആ ചേഞ്ച്, ആ ഒരു സംതൃപ്തിയിലെ മാറ്റം, ഇൻ അഡീഷൻ ടു ടോട്ടൽ യൂണിറ്റ്, അതിനെയാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. നമ്മളൊരു എക്സാമ്പിളിലൂടെ കാര്യം വ്യക്തമാക്കി. അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി ഈക്വൽ ടു TUN മൈനസ് TUN-1. TUN പറയുന്നത് അവസാനം ഉപയോഗിച്ച യൂണിറ്റ്, n- പറയുന്നത് അവസാനം ഉപയോഗിച്ച യൂണിറ്റ് മൈനസ് പ്രീവിയസ് യൂണിറ്റ്, അതിന്റെ തൊട്ട് മുന്നുള്ള യൂണിറ്റ്. ഇത്രയും കാര്യങ്ങളാണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന ചാപ്റ്ററിൽ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത് ഈസി അല്ലേ? എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, മാർജിനൽ യൂട്ടിലിറ്റി എന്താണെന്നുള്ളത് ഒന്നുകൂടെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഷെഡ്യൂൾ തരാം. ഇതിൽ നോക്കാം. ഇതിൽ ഫസ്റ്റ് കോളത്തിൽ തന്നിട്ടുള്ളത് നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണ്. ഇത് എക്സാമ്പിൾ ഇതേപോലെ തരാം കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ചോദിക്കും അതിന്റെ മാർജിനൽ യൂട്ടിലിറ്റി കാണുക, MU കാണുക. അപ്പോ നോക്കുക, നമ്പർ ഓഫ് യൂണിറ്റ്സ് 1, 2, 3, 4, 5, 6, 7. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ്. ഉദാഹരണം ഓറഞ്ച് തന്നെ എടുക്കാം. അതിൽ 1 ഓറഞ്ച്, 2 ഓറഞ്ച്, 3, 4, 5, 6, 7 ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ഓറഞ്ച് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ. അതിൽ നിന്നും കിട്ടുന്ന സംതൃപ്തിയുടെ കണക്കാണ് സെക്കൻഡ് കോളത്തിലുള്ളത്. അതായത് യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി. 1 ഓറഞ്ച് ഉപയോഗിച്ചപ്പോൾ 10 യൂട്ടിലിറ്റി കിട്ടി സംതൃപ്തി, 2 ഓറഞ്ച് ഉപയോഗിച്ചപ്പോൾ 18 കിട്ടി, 3 ഉപയോഗിച്ചപ്പോൾ 24 കിട്ടി. അങ്ങനെ ഓരോ യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന സംതൃപ്തി അല്ലെങ്കിൽ യൂട്ടിലിറ്റിയുടെ കണക്ക് സെക്കൻഡ് കോളത്തിൽ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറയുന്നത് അതിന്റെ മാർജിനൽ യൂട്ടിലിറ്റി അത് കാണുക എന്നുള്ളതാണ്. അപ്പൊ ഇതൊന്ന് കാണാൻ ശ്രമിച്ചു നോക്കും. ഒന്ന് നോക്കാം അല്ലെ. 1 യൂണിറ്റ് ഓറഞ്ച് കഴിച്ചപ്പോൾ എത്ര യൂണിറ്റ് ആണ് നമുക്ക് സംതൃപ്തി ലഭിച്ചത്? ടോട്ടൽ യൂട്ടിലിറ്റി ലഭിച്ചത് എത്രയാ? 10. 1 യൂണിറ്റ് ഓറഞ്ച് കൺസ്യൂം ചെയ്തപ്പോൾ 10 യൂട്ടിലിറ്റി, 10 സംതൃപ്തി നമുക്ക് കിട്ടി.
അപ്പൊ ഇതിന്റെ മാർജിനൽ യൂട്ടിലിറ്റി കാണാൻ വേണ്ടി ഇതിന്റെ മുന്നേ ഒന്നുമില്ല അല്ലെ, n-1 കാണാൻ വേണ്ടിയിട്ട് ഇതിന്റെ മുന്നേ ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഈ 10 ഇങ്ങോട്ട് എഴുതാം, അല്ലെങ്കിൽ ഒരു ഐഫോൺ ഇട്ടാലും മതി. സെക്കൻഡ്, ഒരു അഡീഷണൽ ഓറഞ്ച് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ 18 യൂട്ടിലിറ്റി ആണ് അവിടെ നമുക്ക് ലഭിച്ചത്. അപ്പോ TUN-1, അതായത് 18ൽ നിന്നും അതിന് തൊട്ട് മുന്നത്തേക്കുള്ള മാറ്റം എത്രയാ? 18 - 10 8 ആണ് അല്ലെ. 3 ഓറഞ്ച് ഉപയോഗിച്ചപ്പോൾ 24 യൂട്ടിലിറ്റി കിട്ടി. 24 - 18 എത്രയാ? 6 ആണ് അല്ലെ. 4 ഓറഞ്ച് ഉപയോഗിച്ചപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തി എന്ന് പറയുന്നത് 28 ആണ്. അപ്പൊ എത്രയാ? 4. 28 - 24. 5th യൂണിറ്റ് ഓറഞ്ച് ഉപയോഗിച്ചപ്പോൾ കൺസ്യൂം ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ സംതൃപ്തി 30 ആണ്. അപ്പോ 30 - 28 എത്രയാ? 2 ആണ്. ഒന്നുകൂടെ അഡീഷണൽ ആയിട്ട് അയാൾ ഉപയോഗിച്ചപ്പോൾ 6 ഉപയോഗിച്ചപ്പോൾ അയാൾക്ക് കിട്ടുന്നത് 30 തന്നെയാണ്. അതിൽ മാറ്റമൊന്നുമില്ല. അപ്പൊ അവിടെ എന്താണ്? 0 ആണ്. 7 ഓറഞ്ച്, ഒരു അധിക ഓറഞ്ച് കൂടെ അദ്ദേഹം കൺസ്യൂം ചെയ്യുമ്പോൾ 28 യൂണിറ്റ് സംതൃപ്തി യൂട്ടിലിറ്റി ആണ് അവിടെ ലഭിച്ചത്. അപ്പൊ എത്രയാണ് അതിന്റെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്? 28 - 30 എന്ന് പറയുന്നത് -2 ആണ്. അവിടെ ശ്രദ്ധിക്കണം കേട്ടോ, -2 ആണ്. മാർജിനൽ യൂട്ടിലിറ്റി 0യിൽ നിന്ന് കഴിഞ്ഞ് മൈനസിലേക്ക് പോയി. എന്താണ് അതിന്റെ കാരണം? ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഉദാഹരണം തന്നെ ആലോചിച്ചാൽ മതി. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഓറഞ്ചിന്റെ ഉദാഹരണം എടുത്താൽ മതി. എന്താണ് അവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. ആർക്കെങ്കിലും മനസ്സിലായോ? സിമ്പിൾ ആയിട്ട് പറയാം. ഒരു കാര്യം നമ്മൾ ഉപയോഗിക്കുമ്പോൾ, എന്ത് കാര്യമാണെങ്കിലും, ഇപ്പൊ നമ്മളൊരു കഴിക്കുന്ന കാര്യം തന്നെ എടുക്കാം. നമ്മൾ ദാഹിച്ച് വലഞ്ഞു വരുന്ന സമയത്ത് ഒരു കൂൾ ബാറിൽ കയറിയിട്ട് ഒരു ലൈം ജ്യൂസ് ഓർഡർ ചെയ്യാം. അപ്പോൾ ഒരു ഫസ്റ്റ് ഗ്ലാസ് ഒരു ലൈം ജ്യൂസ് നമ്മൾ കുടിക്കും. ആ കുടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സംതൃപ്തി യൂട്ടിലിറ്റി വളരെയധികം കൂടുതലായിരിക്കും. കാരണം നമുക്കത് ആവശ്യമാണ്. അത് ആ ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ ഒരു ഗ്ലാസ് നമ്മുടെ മുന്നിലേക്ക് ആ ഒരു ആൾ കൊണ്ടുവരികയാണ്. രണ്ടാമത്തെ ഗ്ലാസ് കൊണ്ടുവരുമ്പോൾ അത് നമ്മൾ കുടിക്കുമ്പോൾ ആ ഫസ്റ്റ് കിട്ടിയ ഒരു സംതൃപ്തി നമുക്ക് രണ്ടാമത്തെ ഗ്ലാസ് ലൈം ജ്യൂസ് കുടിക്കുമ്പോൾ കിട്ടുമോ? കിട്ടില്ല. കാരണം നമ്മുടെ ആവശ്യം അവിടെ കഴിഞ്ഞു. രണ്ടാമത്തത് വേണോ വേണ്ട എന്നുള്ള രീതിയിൽ കുടിക്കാം. ഇനി അതും കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഒരാൾ ഒരു ഗ്ലാസ് കൊണ്ടുവരാണ് ലൈം ജ്യൂസ്. നമുക്ക് അവിടെ കുടിക്കാൻ തോന്നുന്നില്ല, നമുക്ക് ആഗ്രഹം പോയി അവിടെ അല്ലെ. അപ്പോ ഈ ഒരു സമയത്ത് നമ്മുടെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ചിലപ്പോൾ നെഗറ്റീവിലേക്ക് പോകും. നമ്മൾക്ക് ഛർദ്ദിക്കാൻ വരും. കാരണം നമുക്ക് ഇനി വയറ്റിലേക്ക് റിസീവ് ചെയ്യാൻ കഴിയില്ല, ആവശ്യമില്ല. അപ്പോൾ ആ ഒരു യൂട്ടിലിറ്റിന്റെ ശേഷം വരുന്ന നമ്മൾ കഴിക്കുന്ന സാധനത്തിന്റെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് വളരെ നെഗറ്റീവ് ആയിരിക്കും. നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസി വരും, ഛർദ്ദിക്കാൻ വരും. അതാണ് ഈ ഒരു സംഭവം. ഓരോ ഫസ്റ്റ് യൂണിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം, ഓരോ യൂട്ടിലിറ്റി ടോട്ടൽ യൂട്ടിലിറ്റി കൂടുന്നുണ്ട്, പക്ഷെ മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരികയാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് അയാൾ ഉപയോഗിച്ചപ്പോൾ 10 യൂണിറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 10 യൂട്ടിലിറ്റി. രണ്ടാമത്തെ ഉപയോഗിച്ചപ്പോൾ അത് കുറഞ്ഞു വരുന്നത് 8. അത് ഈ ഒരു സംഭവമാണ്. ഏത് കാര്യം നമ്മൾ ഓരോ അഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുമ്പോഴും അതിന്റെ സംതൃപ്തി കുറഞ്ഞു വരും. ഒരു സിനിമ നമ്മൾ എത്ര പ്രാവശ്യം കാണും? ഫസ്റ്റ് കാണുന്ന ആ ഒരു ഇംപ്രഷൻ, ആ സെയിം സിനിമ നമ്മൾ സെക്കൻഡ് ടൈം കാണുമ്പോൾ കിട്ടുമോ? കിട്ടില്ല. അത്ര വിചാരിച്ചാൽ മതി. ഇതിപ്പോ ഒരു കഴിക്കുന്ന ഐറ്റാണ്. അപ്പോൾ ഓരോ അഡീഷണൽ യൂണിറ്റ് കഴിക്കുമ്പോഴും അയാളുടെ സംതൃപ്തി കുറഞ്ഞു വരുന്നു. ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലേക്ക് 0 എത്തി കഴിഞ്ഞിട്ട് പിന്നെ അയാളത് ഉപയോഗിക്കുകയാണെങ്കിൽ അയാളുടെ സംതൃപ്തി -2ലേക്ക് പോകും. ഈ സംഭവം ഇങ്ങനെ എക്സാമിന് തരുന്ന സമയത്ത് ഇതാണ് നമ്മൾ കാണാൻ പറയാം. അപ്പൊ ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യാം. മാർജിനൽ യൂട്ടിലിറ്റി ഈക്വൽ ടു TUN - TUN-1. ഇത് നമ്മൾ കണ്ടു അല്ലെ. 28 - 30, 30 - 30, 30 - 28 ഇങ്ങനെ. അതായത് ലാസ്റ്റ് nth യൂണിറ്റിന്റെ മൈനസ് പ്രീവിയസ് യൂണിറ്റിലേക്കുള്ള മാറ്റം നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി ഇവിടെ എഴുതി. ഇവിടെ നമുക്ക് ലാസ്റ്റ് 7ാമത്തെ ഇത് കിട്ടിയപ്പോൾ നമ്മൾ ഈ ഒരു മാർജിനൽ യൂട്ടിലിറ്റി എന്ന് കണ്ടത് TUNT യൂണിറ്റി 28 - 30. ഇവിടെ നമുക്ക് കിട്ടി -2. അതാണ് ഇത്. ഇതൊരു ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്തോ മാത്രമേ ഉള്ളൂ. എക്സാമിന് ഫോർമുല എഴുതി വെക്കുക. ഇത് ഇവിടെ കാണാം കേട്ടോ.